Okay, good evening, students. In our last class, we heard about independent directors. Now, we are going to move on to next different type of directors. In that, the first one is woman director. Who's a woman director? So, while appointing a woman director, you have to be very careful because some type of companies have to appoint women director. And that is mandatory for them. For example, every listed company, they have to appoint at least one woman director within 1 year from the commencement of the second provision to section 149 clause 1 of the act. അതായത് ഇപ്പം കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 149 ക്ലോസ് 1 സെക്കൻഡ് പ്രൊവിഷൻ അമെൻമെന്റ് വരുത്തിയ അന്ന് മുതൽ ആണ് ഈ നിയമം. അതായത് എല്ലാ ലിസ്റ്റഡ് കമ്പനീസും എന്ത് ചെയ്തിരിക്കണം, ഒരു വുമൺ ഡയറക്ടറെങ്കിലും അപ്പോയിന്റ് ചെയ്തിരിക്കണം. ആ കമ്പനി കമൻസ് ചെയ്ത് 1 വർഷത്തിനുള്ളിൽ. ഓക്കെ, ഇനി പബ്ലിക് കമ്പനികളിലാണെങ്കിൽ ആ നിയമം എങ്ങനെയാണ്? ദോസ് പബ്ലിക് കമ്പനീസ് ഹാവിംഗ് എ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, ഷെയർ ക്യാപിറ്റൽ ഓഫ് ₹100 crores ഓർ മോർ, അല്ലെങ്കിൽ ടേൺ ഓവർ 300 crores ഓർ മോർ. ഈ രണ്ട് കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് ഫുൾഫിൽ ചെയ്യുന്ന പബ്ലിക് കമ്പനികളാണെങ്കിൽ അവരെന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? അതായത് ഈ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യേണ്ടത് അവരുടെ ലാസ്റ്റ് ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആ ഡേറ്റിന് മുൻപുള്ള വർഷമായിരിക്കണം. ഈ 100 കോടിയോ അല്ലെങ്കിൽ 300 കോടിക്കോ മുകളിൽ പെയ്ഡ് ക്യാപിറ്റലോ ടേൺ ഓവറോ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്തിട്ടുണ്ടാവണം? മിനിമം ഒരു വുമൻ ഡയറക്ടറെങ്കിലും വച്ചിട്ടുണ്ടാവണം. ഇതും എപ്പോഴാണ്? 2013 കമ്പനീസ് ആക്ടിലെ 149 ക്ലോസ് 1 പ്രൊവിഷൻ വന്നത് തൊട്ട് ആണ് നമ്മൾ ഈ നിയമം പാലിച്ചു വരുന്നത്. സോ വിത്തിൻ 1 year ഫ്രം ദ കമൻസ്മെന്റ് ഓഫ് സെക്കൻഡ് പ്രൊവിഷൻ. ഓക്കെ, അപ്പൊ ഇത് വന്ന് 1 yearനുള്ളിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? ആ ഒരു മിനിമം ഒരു വുമൻ ഡയറക്ടറെങ്കിലും അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ അടുത്തത് പീരീഡ്, അടുത്ത ക്ലോസ് എന്ന് പറയുന്നത് അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്, അതായത് കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള കമ്പനികള് ഈ നിയമം, അതായത് അവർ വരുമ്പോ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു ആക്ട് സെക്ഷൻ 149 ക്ലോസ് 1 വുമൻ ഡയറക്ടർ വേണമെന്നുള്ള പ്രൊവിഷൻ ഉണ്ട്. അപ്പൊ അത്തരം കമ്പനികൾ, പുതിയ കമ്പനികൾ, ഈ പുതിയ ആക്ട് പ്രകാരം തുടങ്ങിയിട്ടുള്ള കമ്പനികൾ എന്ത് ചെയ്യണം? വിതിൻ 6 months കമ്പനി തുടങ്ങി വിതിൻ 6 months അവർക്ക് വുമൻ ഡയറക്ടറിനെ വെച്ചാൽ മതി. ഇനി പഴയ കമ്പനികളാണെങ്കിലോ, ദോസ് കമ്പനീസ് ഹു ഹാവ് ഓൾറെഡി രജിസ്റ്റേർഡ് അണ്ടർ കമ്പനീസ് ആക്ട്, ഓൾഡ് കമ്പനീസ് ആക്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനികളാണെങ്കിൽ അവർക്ക് 1 year ആണ് ടൈം കൊടുക്കുന്നത്. ഓക്കെ, അതായത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ, അതായത് ഒരു വുമൻ ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യാനായിട്ട് ദേ ഹാവ് ടു അപ്പോയിന്റ് ദിസ് വുമൻ ഡയറക്ടർ വിതിൻ 1 year. പുതിയ കമ്പനികളാണെങ്കിൽ അവർക്ക് ഇൻകോർപ്പറേഷൻ ശേഷം 6 monthsനുള്ളിൽ ഇത് വെക്കണം. ഓക്കെ, ഇനിയിപ്പോ ഇടയിൽ എന്തെങ്കിലും ഒരു വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ ഒരു വുമൻ ഡയറക്ടർ റിസൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ മരിച്ചു പോവുകയോ അല്ലെങ്കിൽ അങ്ങനെ വരാൻ പറ്റാത്ത അവസ്ഥ ഒക്കെ ആണെങ്കിൽ ആ ഒഴിഞ്ഞു പോയ വുമൻ ഡയറക്ടറിന് പകരമുള്ള വുമൻ ഡയറക്ടറിനെ എടുക്കുന്നതിനുള്ള കണ്ടീഷനാണ് റീപ്ലേസ്മെന്റ് മസ്റ്റ് ബി മെയ്ഡ് വിത്തിൻ 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് സച്ച് വേക്കൻസി. ആ ഇടക്കാല വേക്കൻസി ഉണ്ടായിട്ട് 3 മാസത്തിനുള്ളിലോ ഓർ ഇമീഡിയറ്റ് നെക്സ്റ്റ് ബോർഡ് മീറ്റിംഗ്. ഓക്കെ, വിച്ച് എവർ ഇസ് ലേറ്റർ. ഇതിൽ ഏതാണ് വൈകി വരുന്നത്? ഇപ്പൊ ആദ്യം ബോർഡ് മീറ്റിംഗ് 2 മാസത്തിനുള്ളിൽ വന്നു, പിന്നെയാണ് 3 മാസം ആവുന്നതെങ്കിൽ ആ 3 മാസത്തിനുള്ളിൽ വെച്ചാൽ മതി. അല്ല 3 മാസം കഴിഞ്ഞു എന്നിട്ടാണ് 4ാമത്തെ മാസമാണ് ബോർഡ് മീറ്റിംഗ് വരുന്നെങ്കിൽ ആ 4ാമത്തെ ബോർഡ് മീറ്റിംഗിന് മുന്നായിട്ട് വെച്ചാൽ മതി. വിച്ച് എവർ ഇസ് ലേറ്റർ, ഏതാണോ വൈകി സംഭവിക്കുന്നത് അതിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാണ്? വുമൻ ഡയറക്ടറിനെ റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഡയറക്ടർ എന്ന് പറയുന്നത് സ്മോൾ ഷെയർ ഹോൾഡേഴ്സ് ഡയറക്ടർ ആണ്. പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക, ഇത് മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഷെയർ ഹോൾഡറിനെ എടുക്കുന്നത്. ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് മസ്റ്റ് ഫുൾഫിൽ ദ ഇൻട്രസ്റ്റ് ഓഫ് ദ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അതുകൂടാതെ every listed companies may have one director elected by small shareholders. Okay, he may be appointed upon a notice of not less than 1,000 shareholders or 1/10 of the total shareholders. ഒന്നെങ്കിൽ 1000 ഷെയർ ഹോൾഡേഴ്സ് ഒരുമിച്ച് ഒരു റിക്വസ്റ്റ്, ഒരു നോട്ടീസ് വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സിന്റെ 10ൽ 1 ഭാഗം എന്ത് ചെയ്തിട്ടുണ്ട്? ഇവരെ
വെക്കണം ഇയാളെ വെക്കണം എന്ന് പറഞ്ഞ് വെച്ചിട്ട് റിക്വസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് അവരുടെ ആ നോട്ടീസിന് പ്രകാരം ഒരു ആളെ സ്മോൾ ഷെയർ ഹോൾഡേഴ്സ് ഡയറക്ടർ ആയിട്ട് അവരുടെ ഇടയിൽ നിന്നും ഇലക്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇതിനെ കുറിച്ച് കമ്പനീസ് ആക്ടിൽ പറയുന്നത് സെക്ഷൻ 151 ഓഫ് ദ ആക്ട് ആണ്. ഓക്കെ, സോ എവറി ലിസ്റ്റഡ് കമ്പനീസ് മേ ഹാവ് വൺ ഡയറക്ടർ ഇലക്ടഡ് ബൈ സച്ച് സ്മോൾ ഷെയർ ഹോൾഡേഴ്സ്. അപ്പൊ ഈ ഒരു സെലക്ഷൻ എന്ന് പറയുമ്പോൾ സ്മോൾ ഷെയർ ഹോൾഡേഴ്സ് വെച്ചാൽ എന്താണ്? shareholders holding a share of nominal value not more than 20,000 rupees. അത് നമ്മളൊരു ഉദ്ദേശം പറയുന്നതാണ്. ഈ 20,000 rupees ടോട്ടൽ ഹോൾഡിംഗ്സ് വരുന്നവരാണ് ഈ സ്മോൾ ഷെയർ ഹോൾഡിംഗിന് അർഹരായ ഷെയർ ഹോൾഡേഴ്സ്. ആൻഡ് ദേ ആർ സപ്പോസ് ടു എലക്ട് വൺ എമംഗ് ദം ആസ് സ്മോൾ ഷെയർ ഹോൾഡർ ഡയറക്ടർ. അപ്പൊ ഇവിടെ 20,000 അല്ലെങ്കിൽ കമ്പനി ബൈലോയിൽ പറയുന്ന എനി പ്രിസ്ക്രൈബ്ഡ് എമൗണ്ട്, ഓക്കെ, അതും ആയിരിക്കാം. ഇപ്പൊ 10,000 ആണ് വെച്ചിട്ടുണ്ടെങ്കിൽ 10,000 ഹോൾഡിംഗ്സ് ഉള്ള എല്ലാവരുടെ ഗ്രൂപ്പിൽ നിന്നും അല്ലെങ്കിൽ 10,000 അതിന് താഴെയുള്ള ഗ്രൂപ്പിൽ നിന്നും നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് അഡീഷണൽ ഡയറക്ടേഴ്സ് ആണ്. അഡീഷണൽ ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് in addition to those directors appointed in annual general meeting, annual general meeting അല്ലെങ്കിൽ ജനറൽ മീറ്റിംഗിൽ അപ്പോയിന്റ് ചെയ്ത ഡയറക്ടേഴ്സിനെ കൂടാതെ അഡീഷണൽ ആയിട്ട് നമ്മൾ അപ്പോയിന്റ് ചെയ്ത ഡയറക്ടേഴ്സ് ആണ്. പക്ഷെ ഇപ്പൊ അപ്പോയിന്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിൽ ഒരാളെ ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യാമെന്ന് നോമിനേറ്റ് ചെയ്യുകയും ആ മീറ്റിംഗില് അയാള് വോട്ട് കിട്ടാതെ വന്നുകൊണ്ട് അയാള് എലക്ട് ചെയ്യാതെ പോവുകയും ചെയ്തു. പക്ഷെ അങ്ങനെ തഴഞ്ഞു പോയ ഒരാളെ നമ്മൾ അഡീഷണൽ ഡയറക്ടറായിട്ട് പിന്നീട് അപ്പോയിന്റ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനറൽ ബോഡി മീറ്റിംഗിൽ ഡയറക്ടറായിട്ട് മത്സരിക്കാത്ത ഒരാളായിരിക്കണം നമ്മുടെ അഡീഷണൽ ഡയറക്ടറായിട്ട് വരേണ്ടത്. കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 161 ഇത് പറയുന്നത്. ഈ അഡീഷണൽ ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആ പീരീഡ് ആണ് പറയുന്നത്. ഇപ്പൊ AGM ആനുവൽ ജനറൽ മീറ്റിംഗ് ഇന്ന് കഴിയുവാണെങ്കിൽ നെക്സ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് എന്നാണോ അന്ന് വരയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോയിന്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇന്നിപ്പം January 6th 2021 അപ്പൊ നെക്സ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് അടുത്ത വർഷം 2022 January 6th ആണ് എങ്കിൽ ആ ഡേറ്റ് വരെ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോയിന്റ് ചെയ്യാം. അല്ലെങ്കിൽ ശരിക്കും ആനുവൽ ജനറൽ മീറ്റിംഗ് എന്ന് സംഭവിക്കുന്നോ ആ ദിവസം വരെ, വിച്ച് ആർ ഇസ് ഏർലിയർ, ഏറ്റവും ആദ്യം സംഭവിക്കുന്നത് ഏതാണോ ആ ദിവസം വരെ ആയിരിക്കും ആരെ അപ്പോയിന്റ് ചെയ്യുന്നത്, നമ്മുടെ അഡീഷണൽ ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്തത്. പിന്നെ ഒരു കണ്ടീഷൻ കൂടി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഡയറക്ടേഴ്സ്, നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് അഡീഷണൽ ഡയറക്ടേഴ്സ് രണ്ടും കൂടെ കൂട്ടിച്ചേർത്താലും നമ്മൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പറഞ്ഞ മാക്സിമം സ്ട്രെങ്ത്തിനേക്കാൾ കൂടാനായിട്ട് പാടില്ല. ടോട്ടൽ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, സോറി ഡയറക്ടേഴ്സ്. നെക്സ്റ്റ് നോമിനി ഡയറക്ടറാണ്. നോമിനി ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ഷെയർ ഹോൾഡേഴ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി, അതായത് ചിലപ്പോൾ ബാങ്കുകളോ അല്ലെങ്കിൽ കമ്പനിക്ക് കടം കൊടുത്തിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റോ എന്തെങ്കിലും കമ്പനിയിൽ മിസ്മാനേജ്മെന്റ് ഉണ്ടാവുന്നു എന്നുള്ള ധാരണയിൽ സെൻട്രൽ ഗവൺമെന്റോ ഇങ്ങനെ ഒരു തേർഡ് പാർട്ടിക്ക് ഒരു കോൺട്രാക്ട് ബേസിസിൽ ഒരു ആളെ ഡയറക്ടറായിട്ട് നോമിനേറ്റ് ചെയ്യാം. സെൻട്രൽ ഗവൺമെന്റിനോ ബാങ്കുകൾക്കോ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടിക്ക് കമ്പനിയുമായിട്ട് എന്തെങ്കിലും രീതിയിൽ റിലേറ്റ് ആവുന്ന തേർഡ് പാർട്ടിക്ക് ഒരാളെ നോമിനേറ്റ് ചെയ്യാം. അപ്പൊ ഈ നോമിനേറ്റ് ചെയ്ത നോമിനി ഡയറക്ടറുടെ റൈറ്റ്സ് എന്ന് പറയുന്നത് അയാളെ ആരാണോ നോമിനേറ്റ് ചെയ്യുന്നത് അവരുമായി നോമിനി ഡയറക്ടർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കോൺട്രാക്ട് ഉണ്ടെന്ന് പറഞ്ഞു. ആ കോൺട്രാക്റ്റിൽ ഇയാളുടെ റൈറ്റുകൾ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമം അനുശാസിക്കുന്ന രീതിയിലായിരിക്കും നോമിനി ഡയറക്ടറിന്റെ അതോറിറ്റി അല്ലെങ്കിൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ഈ നോമിനി ഡയറക്ടർ അയാളുടെ ഡിസിഷൻസ് എന്ന് പറയുന്നത് ഒരിക്കലും അയാളെ നോമിനേറ്റ് ചെയ്ത വ്യക്തിയുടെ ഇൻട്രസ്റ്റ് മാത്രമല്ല, കമ്പനിയുടെ ആസ് വെൽ ആസ് ദ ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരുടെയും ഒരു കോമൺ ഇൻട്രസ്റ്റിന് അനുസരിച്ചായിരിക്കണം അവർ പ്രവർത്തിക്കേണ്ടത്, നോമിനി ഡയറക്ടർ ആക്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ആൾട്ടർനേറ്റ് ഡയറക്ടേഴ്സ് ആണ്. ഇൻ കമ്പനീസ് ആക്ട് സെക്ഷൻ 161 ക്ലോസ് 2 നമ്മൾ ആൾട്ടർനേറ്റ് ഡയറക്ടേഴ്സിന്റെ അപ്പോയിന്റ്മെന്റിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയറക്ടർ he or she is not supposed to be in the state in which the board meetings are ordinary held. എവിടെയാണോ സാധാരണ ബോർഡ് മീറ്റിംഗ് നടത്തുന്നത് ആ സ്റ്റേറ്റിൽ ഈ പെർട്ടിക്കുലർ ഡയറക്ടേഴ്സ് മിനിമം 3 മാസമെങ്കിലും ഉണ്ടായിരിക്കില്ല.
അപ്പോ അല്ലെങ്കിൽ 3 മാസത്തിൽ കൂടുതൽ അല്ലെങ്കിൽ അയാൾ ഉണ്ടായിരിക്കില്ല ആ മീറ്റിംഗിൽ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അയാൾക്ക് ആൾട്ടർനേറ്റ് ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യാം. പക്ഷെ ഈ ആൾട്ടർനേറ്റ് ഡയറക്ടറെ അപ്പോയിന്റ് ചെയ്യുന്ന ടൈം പീരീഡ് എന്ന് പറയുന്നത് ഇയാൾ എന്ന് തിരിച്ചു വരുന്നോ ആ ദിവസം എന്ത് ചെയ്യണം, ഈ ആൾട്ടർനേറ്റ് ഡയറക്ടർ ആ ഓഫീസ് വെക്കേറ്റ് ചെയ്യണം. അതായത് ആ ഡയറക്ടർഷിപ്പ് വെക്കേറ്റ് ചെയ്ത് പോകണം. ഓക്കെ. ഇനി ഈ ഒറിജിനൽ ഡയറക്ടർ ഇവിടെ ഇല്ലാത്ത സമയത്ത് ആൾട്ടർനേറ്റ് ഡയറക്ടറിനെ വെച്ച് ഇവിടെ എടുത്തിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും ആർക്ക് അത് അബൈഡിങ് ആണ്, ഡിസിഷൻസ് ആർ അബൈഡിങ് ടു ദ ഒറിജിനൽ ഡയറക്ടർ. ഒറിജിനൽ ഡയറക്ടറിനാണ് അത് ബാധകമാകുന്നത്. അപ്പോൾ അയാൾക്ക് പകരം, അയാളില്ലെങ്കിൽ അയാൾക്ക് പകരമുള്ള ആൾട്ടർനേറ്റ് ഡയറക്ടർ അവിടെ ഉണ്ട്. നെക്സ്റ്റ് ഇസ് ഫസ്റ്റ് ഡയറക്ടർ. ഹു വിൽ ബി ദ ഫസ്റ്റ് ഡയറക്ടർ? ഇപ്പൊ കമ്പനി സ്റ്റാർട്ട് ചെയ്തു, കമൻസ് ചെയ്തു. അപ്പോൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആദ്യത്തെ ആ വ്യക്തി, ആ പ്രൊമോട്ടർ, അയാളാണ് ഫസ്റ്റ് ഡയറക്ടർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ജനറൽ മീറ്റിംഗ്, അതായത് ആനുവൽ ജനറൽ മീറ്റിംഗ് വരുന്നേ ഉള്ളൂ. അപ്പോഴാണ് നമ്മൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ നമ്മൾ ഇലക്ട് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. അപ്പൊ അതുവരെ ഫസ്റ്റ് ഡയറക്ടർ എന്ന് പറയുന്നത് ഹൂ ഈസ് സബ്സ്ക്രൈബിംഗ് ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ഹൂ ഈസ് പ്രൊമോട്ടിംഗ് ദ കമ്പനി ഇനീഷ്യൽ സ്റ്റേജിൽ, അയാളാണ് ഫസ്റ്റ് ഡയറക്ടർ. നെക്സ്റ്റ് ഇസ് ഷാഡോ ഡയറക്ടർ. ഷാഡോ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ പേഴ്സൺ ഹു ഇസ് നോട്ട് അപ്പോയിന്റഡ് ടു ദ ബോർഡ്. അയാൾ ഡയറക്ട്ലി ബോർഡിൽ അപ്പോയിന്റഡ് ആയിട്ടില്ല. പക്ഷെ എന്താണ്, ആരുടെയെങ്കിലും ഗൈഡൻസ് അനുസരിച്ച് ബോർഡ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ബോർഡിലെ ഡയറക്ടർ അല്ല, പക്ഷെ അയാളുടെ ഡയറക്ഷൻസ് അനുസരിച്ച് ബോർഡ് മെമ്പേഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അയാള് കമ്പനിയുടെ ഡയറക്ടറെ പോലെ ലയബിൾ ആണ്. ഇനി ഇയാൾ ഈ അഡ്വൈസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് കൊടുക്കുന്നത് ഇയാളുടെ പ്രൊഫഷണൽ കപ്പാസിറ്റി, ഇപ്പൊ ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഒരു എംപ്ലോയി എന്നുള്ള കപ്പാസിറ്റിയിലാണ് ഇയാൾ ഈ ഗൈഡ് ലൈൻ കൊടുക്കുന്നതെങ്കിൽ അയാളെ നമുക്ക് ഈ ഷാഡോ ഡയറക്ടർ എന്ന് പറയാൻ പറ്റില്ല. ഒരു എംപ്ലോയി ആയിരിക്കാത്ത ഒരാള് കമ്പനിയുടെ ബോർഡിന് ഡയറക്ഷൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അയാളെ നമ്മൾ ഷാഡോ ഡയറക്ടർ എന്ന പേരിലാണ് കമ്പനീസ് ആക്ടില് അറിയപ്പെടുന്നത്. ആൻഡ് ഹി ഓർ ഷീ ക്യാൻ ബി ട്രീറ്റഡ് ആസ് ആൻ ഓഫീസർ ഇൻ ഡീഫോൾട്ട്. ഓഫീസർ ഇൻ ഡീഫോൾട്ട് ആയിട്ടാണ് കമ്പനീസ് ആക്ട് അയാളെ കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിഫാക്ടോ ഡയറക്ടർ ആണ്. ഡിഫാക്ടോ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഷാഡോ ഡയറക്ടറിന്റെ തന്നെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഡയറക്ടർ തന്നെയാണ്. ഇറ്റ്സ് എ പേഴ്സൺ ഹു ഇസ് നോട്ട് ആക്ച്വലി അപ്പോയിന്റഡ് ആസ് ഡയറക്ടർ. ഡയറക്ടർ അല്ല, ആക്ച്വൽ ഡയറക്ടർ അല്ല, പക്ഷെ ഡയറക്ടറെ പോലെ കമ്പനിക്ക് വേണ്ടി ആക്ട് ചെയ്യുന്ന ആളാണ്. അപ്പൊ എന്താണ് ഷാഡോ ഡയറക്ടറും ഡിഫാക്ടോ ഡയറക്ടറും തമ്മിലുള്ള വ്യത്യാസം? ഡിഫാക്ടോ ഡയറക്ടർ ആക്ട് ചെയ്യുന്നത് പുറം ലോകം അറിയും, മറ്റാള് പിന്നിൽ നിന്നിട്ടാണ് ബാക്ക് സ്റ്റേജ് ഗൈഡൻസ് ആണ് കൊടുക്കുന്നത്. ഇയാൾ ഡയറക്ടറാണെന്ന് തന്നെയാണ് ലോകം വിചാരിക്കുന്നത്. കാരണം അയാൾ ആക്ട് ചെയ്യുന്നു ആസ് എ ഡയറക്ടർ, അയാൾ പെരുമാറുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഡിഫാക്ടോ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ കമ്പനീസ് ആക്ട് പ്രകാരം ഹി ഓർ ഷീ ഈസ് ലയബിൾ ആസ് എ ഡയറക്ടർ. ഓക്കെ. ഷാഡോ ഡയറക്ടറുമായിട്ടുള്ള വ്യത്യാസം എന്താണ്? ഷാഡോ ഡയറക്ടർ ഗൈഡൻസ് ആണ്, പുറം ലോകം അറിയണമെന്നില്ല. ഇയാൾ ആക്ട് ചെയ്യുന്നത്, ഡിഫാക്ടോ ഡയറക്ടർ ആക്ട് ചെയ്യുന്നത് ലോകം മുഴുവൻ അറിയുന്നുണ്ട്, അയാൾ കമ്പനിയുടെ ഡയറക്ടർ ആണ് എന്ന് തന്നെയാണ് ലോകത്തിൽ എല്ലാവരും വിശ്വസിക്കുന്നത്. ഐ മീൻ ഔട്ട്സൈഡ് വേൾഡ് വിശ്വസിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഇസ് റൊട്ടേഷണൽ ഡയറക്ടേഴ്സ് ആണ്. അതായത് നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ മൂന്നിൽ രണ്ട് ഭാഗം, 2/3 ഓഫ് ദി ഡയറക്ടേഴ്സ് ഓഫ് എ പബ്ലിക് കമ്പനി അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനി തന്നെ, പബ്ലിക് കമ്പനി ഏതെങ്കിലും പബ്ലിക് കമ്പനിയുടെ സബ്സിഡിയറി ആയിട്ടുള്ള പ്രൈവറ്റ് കമ്പനിയുടെ ആയാലും ഈ ഡയറക്ടേഴ്സിൽ 2/3 ഭാഗം റൊട്ടേഷൻ ബേസിസിൽ എന്ത് ചെയ്തോണ്ടിരിക്കണം? റിട്ടയർ ചെയ്തോണ്ടേ ഇരിക്കണം. ഓക്കെ. അപ്പൊ ഈ റിട്ടയർ ചെയ്യുന്ന ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് അവര് റൊട്ടേഷൻ ബേസിൽ ഇപ്പൊ ആ ടെന്നർ കഴിയുമ്പോൾ 3 ഇയർ ആണെങ്കിൽ 5 ഇയർ ആണെങ്കിൽ അത് കഴിയുമ്പോൾ അവര് റിട്ടയർ ചെയ്യാം. പുതിയ ആൾക്കാർ കയറിയിട്ടുണ്ടായിരിക്കും, അവരുടെ 5 ഇയർ ആകുമ്പോൾ അവര് റിട്ടയർ ചെയ്യും. അപ്പോൾ നോർമലി ഓരോ വർഷവും 2/3 എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? റിട്ടയർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ. അവർ റിട്ടയർ ചെയ്യുന്നുണ്ടെങ്കിലും ദേ ആർ ഓൾസോ എലിജിബിൾ ഫോർ റീഅപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ട് സാധിക്കും. ലാസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് കാഷ്വൽ വേക്കൻസീസ് ആണ്. കാഷ്വൽ വേക്കൻസീസ് എന്ന് പറഞ്ഞാൽ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിൽ ഒരു 10 പേരെ ഡയറക്ടേഴ്സ് ആയിട്ട് എടുത്തു. അതിൽ 2 പേര് എന്ത് ചെയ്തു? അവര് 5 വർഷത്തെ ടൈം പീരീഡ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുൻപ് അവര് ഒഴിഞ്ഞുപോയി, അല്ലെങ്കിൽ മരിച്ചുപോയി, അപകടം വന്നു, അങ്ങനെ പലതും സംഭവിക്കാം. അപ്പൊ അങ്ങനെ സംഭവിച്ച ആ വേക്കൻസിയിൽ 2 വർഷം കഴിഞ്ഞപ്പോൾ 2 പേര് ഒഴിഞ്ഞു പോയെങ്കിൽ ആ വേക്കൻസിയിൽ പുതിയ ആൾക്കാരെ എടുക്കാം. പുതിയ ആൾക്കാരെ എടുക്കുമ്പോൾ അവർക്ക് പക്ഷെ 5 വർഷം കിട്ടില്ല, 3 വർഷമേ കിട്ടുള്ളൂ. ആ ഒറിജിനൽ ആൾ ഒഴിഞ്ഞു പോയ ഡയറക്ടറിന്റെ ടെനർ അവസാനിക്കുന്ന പീരീഡ് വരെ അവർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. That's all about the various types of directors.